സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ സുജാതയെ വന്ന് കാണാമെന്നും അതുവഴി അവരുടെ കല്യാണം നടത്താൻ സുജാതയെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നും സാഗറിന് വാക്ക് കൊടുക്കുന്നുണ്ട്. എങ്ങനെയും തൻ്റെ അനിയനും കുടുംബവും നല്ല സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് മാത്രമേ അയാൾക്കുള്ളൂ. മിക്കവാറും മാനസയുടെ കാര്യം അയാൾ അവിടെ പറയാതിരിക്കില്ല. അപ്പോൾ മാനസയുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് സുജാതയ്ക്ക് എന്നറിയില്ല. പിന്നെ കൺമണിയോട് ബലരാമനും നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ടെന്നറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ സുജാതയ്ക്ക് ബലരാമൻ്റെ വാക്കുകളെയും വിശ്വാസമാകുമോ എന്നറിയില്ല. എന്തായാലും ബലരാമൻ പറഞ്ഞതായതുകൊണ്ട് എതിർത്ത് പറയാനും സാധ്യതയില്ല. ആ ഒരു പിടിവള്ളിയിലാണ് കേട്ടോ സാഗറിൻ്റെ പ്രതീക്ഷ മുഴുവൻ. അങ്ങനെ കൺമണി ശ്രീനിയുടെ സർജറിയും വരുണിൻ്റെ ഭീഷണിയും ധനലക്ഷ്മിയുടെ വീട് വിട്ടു പോക്കുമൊക്കെ കാരണം ആകെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ശ്രീനിയും കൺമണിയും പരസ്പരം ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്കാകെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ചോദിക്കാനും പറയാനും തങ്ങൾക്കാർക്കും ഇല്ല എന്നും ഈ വീടിന് ഒരു നാഥനില്ല എന്നുമൊക്കെ നല്ല പോലെ അവർക്ക് തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാ, കൺമണിയോടും ശ്രീനിയോടും പിണങ്ങി മനോജ് ജോലി സ്ഥലത്ത് തന്നെയാണല്ലോ. തൻ്റെ ഈ ഏട്ടൻ ഈ വീട്ടിൽ തിരിച്ചു വരണമെന്നും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാവലാളായി നിന്ന് അതിനൊക്കെ ഒരു അറുതി വരുത്തണമെന്ന് കൺമണിയും തൻ്റെ മകൻ തിരിച്ചു വരണമെന്നും അവൻ്റെ അനിയത്തിയുടെ വിവാഹം അവൻ നേരിട്ട് നോക്കി നിന്ന് നടത്തണമെന്ന് ശ്രീനിയും ആഗ്രഹിക്കാത്ത ദിവസങ്ങളില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു എന്നും ധനലക്ഷ്മി അടക്കത്തോടെ നിന്നേന്നും വരുണിൻ്റെ ആ ഭീഷണിയും കൺമണിയെ തട്ടിക്കൊണ്ടു പോകലും മറ്റും നടക്കില്ലായിരുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും കൺമണിയുടെയും ശ്രീനിയുടെയും പ്രാർത്ഥന ഒന്നും വിഘ്നേശ്വരൻ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അവർ പ്രാർത്ഥിക്കുന്നത് ആർക്കൊക്കെ വേണ്ടി കൂടിയാണോ ആ ആൾ വരികയാണ്. അവരുടെ പ്രാർത്ഥന വിഘ്നേശ്വരൻ കേട്ടിരിക്കുകയാണ്. കൺമണി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു സന്തോഷം തനിക്ക് തിരികെ കിട്ടുമെന്ന്. അയാൾ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഒരു ദിവസം വാതിൽ തുറക്കുമ്പോൾ തൻ്റെ എല്ലാമായ മനോജേട്ടൻ ചിരിയോടെ വരുന്നതാണ് കൺമണി കാണുന്നത്. കൺമണിക്ക് ഇതിൽ ഒരു സന്തോഷം വേറെ കിട്ടാനില്ല. അവൾ ഓടിച്ചെന്ന് ഏട്ടാന്ന് പറഞ്ഞ് മനോജിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ സുജാതയെ കാണാൻ മാനസ വരികയാണ് കൃഷ്ണകൃപയിലേക്ക്. അവൾ എരിവും പുളവും കൂട്ടി കൃഷ്ണയെയും കൺമണിയെയും പറ്റി സുജാതയോട് കുറ്റം പറയാനിരിക്കുകയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതല്ലാതെ നല്ലത് പറയാനൊന്നുമല്ല അവളുടെ വരവ്. ഇനി എങ്ങാനും ഇത്ര നാൾ കൊണ്ട് കുറച്ച് ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് കൺമണിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളണം എന്നുള്ള ചിന്തയുമുണ്ട് അവൾക്ക്. ബലരാമൻ്റെ കയ്യിൽ നിന്നും സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊക്കെ മനസ്സിൽ നിന്ന് പുകയുന്നുണ്ട് കേട്ടോ അവൾക്ക്. മനസ്സ് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല. അതിൻ്റെ കാരണവും കൃഷ്ണൻ കൺമണിയുമാണെന്നുള്ള ചിന്തയും അവൾക്കുണ്ട്. ആ നിരാശ കൊണ്ടുള്ള പ്രതികാരം ചെയ്യാൻ അവരെപ്പറ്റി സുജാതയോട് കുറ്റം പറയുകയാണ് കേട്ടോ അവൾക്ക് തോന്നുന്നത്. കൃഷ്ണനോട് എനിക്ക് ദേഷ്യമല്ല സഹതാപവും മാത്രമേ ഉള്ളൂ എന്നും ഇങ്ങനെ മറ്റുള്ളവർക്ക് അടിമയാകരുതെന്നും കൺമണി പറയുന്നിടത്ത് കൃഷ് ഒപ്പിടുമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ടതോടെ സുജാതയ്ക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ സമനില തെറ്റി പോവുകയാണ്. നിരാശയുടെ ആഴങ്ങളിലേക്ക് പോവാണ് സുജാത. കൺമണി ഓഫീസിൽ വരുമ്പോൾ കൃഷ് അവളെ എടുത്തുയർത്തി വട്ടക്കറക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി അവിടെ കിടന്ന സോഫയിലേക്ക് വീഴുകയാണ്. അങ്ങനെ നിരാശയിലിരിക്കുന്ന സുജാതയെ കാണാനാണ് ബലരാമൻ എത്തുന്നത്. ആ മാനസികാവസ്ഥയിലുള്ളപ്പോൾ ബലരാമൻ പറഞ്ഞാൽ പോലും സുജ കേൾക്കുമെന്ന് തോന്നുന്നില്ല. അടുത്ത ഗൂഢതന്ത്രം മെനയുന്നതിനായിട്ട് സുമിത്രയെ കാണാൻ മാനസ എത്തുകയാണ്. ഇതേസമയം സുജാതയോട് നീ കൂടുതൽ അടുക്കണം, സുജാത പറഞ്ഞാൽ ബലരാമൻ എന്തും ചെയ്യും, സുജാത വഴി നിനക്ക് പിടിച്ചു കയറാൻ കഴിയുമെന്നൊക്കെ സുമിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാനസയോട്. കൃഷ്ണനോട് കൺമണി എന്തോ വിഷമിപ്പിക്കുന്ന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ പറയട്ടെ എന്ന് പറയുകയാണ് കേട്ടോ കൃഷ്ണ.